പണ്ട് നമ്മൾ പല സിനിമകളും കാണുമ്പോൾ ക്യാമറ ഡാൻസ് രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് നടന്ന ഒരു ഉത്സവത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ വൈറലായിരുന്നു. ഒരിക്കലും ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പരിധിയിൽ വെച്ച് നടത്തിക്കൂടാ. ആ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത ആളുകളാണ് ഈ അവിടെ ഒരു വലിയ പ്രോഗ്രാം വലിയ വിജയമായിരുന്നൊക്കെയാണ് പറയുന്നത്. അതിനെതിരെ ആരും പ്രതികരിച്ച് കണ്ടില്ല. ഗാനമേളയിൽ പാർട്ടി ഗാനം പാടുന്നു, അതുപോലെ പാർട്ടിയുടെ കൊടിതോരണങ്ങൾ അമ്പലത്തിൻ്റെ കമ്പൗണ്ടിൽ കെട്ടുന്നു എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. ശരിക്കും ഒരു അമ്പലത്തിൻ്റെ കമ്പൗണ്ടിൽ ഈ കാര്യങ്ങളൊന്നും അനുവദിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ അല്ല. അത് ഇനിയിപ്പം കാര്യം ഒരു പാർട്ടിയുടെ ബേസിലല്ല ഒരു ക്ഷേത്രവും പ്രവർത്തിക്കുന്നത്. അതുപോലെ വിശ്വാസികൾ എല്ലാവരും പാർട്ടിക്കാരാവണമെന്നില്ല. എല്ലാവർക്കും വ്യത്യസ്തമായ ചിന്താഗതികളും വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഉള്ള ആളായിരിക്കാം. ക്ഷേത്രത്തിൻ്റെ ഒരു കോമ്പൗണ്ടിൽ എന്ന് പറയുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൂടാൻ പറ്റില്ല. അത് തീർച്ചയായും അത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അതായത് ഈ ക്ഷേത്ര ഉപദേശക കമ്മിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന മറ്റു കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആദ്യമേ തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയതിന് ശേഷമേ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ കാര്യത്തിനെ പറ്റി ചിന്തിക്കാനോ നടത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്യാവൂ എന്നാണ് നമുക്ക്